മത്സര പരീക്ഷകളിൽ വേഗത വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് ഗണിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ. ചില ഗണിത പ്രശ്നങ്ങളുടെ ഉത്തരം ചില സൂത്രം ഉപയോഗിച്ച്, ചില ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ആദ്യത്തെ തുടർച്ചയായി എത്ര എണ്ണസംഖ്യയുടെ തുകയാണ് 210 എന്നൊരു ചോദ്യം ഇരിക്കാം. ആദ്യത്തെ തുടർച്ചയായ എത്ര എണ്ണസംഖ്യയുടെ തുകയാണ് 210. അപ്പോൾ അതായത് 1, 2, 3, 4 ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര സംഖ്യകൾ കൂട്ടിയാൽ 210 കിട്ടുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്ന് കൂട്ടി മുന്നോട്ട് പോയി ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അത് പറ്റില്ല. പിന്നെ സൂത്രവാക്യം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമുക്ക് ഒരുപാട് സമയം എടുക്കും. ഉദാഹരണം ഇപ്പം 210 തുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം എണ്ണസംഖ്യയുടെ n ആണെങ്കിൽ n × n+1/2 ഇതാണ് എണ്ണസംഖ്യയുടെ തുകയാണ് സൂത്രവാക്യം. അത് 210 ആണ് എന്ന് എടുത്തിട്ട് ഇത് ബ്രാക്കറ്റ് n × n n² പ്ലസ് n × 1 n സമം 2 × 10 420 എന്ന് എടുത്തു. എന്നിട്ട് എന്നിന്റെ ഗുണകം എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ന്റെ പകുതിയുടെ വർഗ്ഗം 2 ഭാഗത്ത് കൂട്ടുകയാണെങ്കിൽ n² പ്ലസ് n പ്ലസ് എന്നിന്റെ ഗുണകം 1, 1ന്റെ പകുതി അര, അരയുടെ വർഗ്ഗം 1/4. 1/4 2 ഭാഗത്ത് കൂട്ടിക്കഴിഞ്ഞാൽ 420 പ്ലസ് 1/4 20 വലത്ത് ഭാഗത്ത് ഇടത് ഭാഗത്തേക്ക് വരും. ഇത് n+1/2 ഹോൾ സ്ക്വയർ ആണ്. അത് 420 പ്ലസ് 1/4 ആകുമ്പോൾ 4 × 420 1680 പ്ലസ് 1/4 എന്ന് കിട്ടും. അതായത് 1681/4. n+1/2 ഹോൾ സ്ക്വയർ 1684 ആണെങ്കിൽ n+1/2 എന്ന് പറയുന്നത് പ്ലസ് ഓ മൈനസ് റൂട്ട് 1681/4 വരും. അതായത് n+1/2 സമം പ്ലസ് ഓർ മൈനസ് 1681 എന്ന് പറഞ്ഞാൽ അതിന്റെ വർഗ്ഗമൂലം 41 ആണ്. 41/4 കിട്ടും. നമുക്ക് പോസിറ്റീവ് മാത്രമേ എടുക്കാം. അതായത് n+1/2 സമം 41/4 എടുക്കുകയാണെങ്കിൽ n സമം 41/2 ആണ്. 4ന്റെ വർഗ്ഗമൂലം 2 ആയത് 41/2 ആണ്. അപ്പോൾ 41/2 വരും. അപ്പോൾ n സമം 41/2 കുറക്കണം 1/2. ഒരു ചെയ്യാതെ രണ്ട് ഒരുപോലെ ആയതുകൊണ്ട് 41 കുറക്കണം 1/2 സമം 40/2, അതായത് 20. ഇത്രയും വർക്ക് ചെയ്തിട്ടാണ് കാൽക്കുലേഷൻ നടത്തിയിട്ടാണ് നമുക്ക് n വില 20 കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ ട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെയ്യണ്ടു. ആദ്യം ഈ തുകയായ 210നെ ഡബിൾ ആക്കുക, ഇരട്ടിയാക്കുക. ഇരട്ടിയാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 420 ആണ്. 420 തുക 210ന്റെ ഇരട്ടി 420. ഈ 420 എന്നത് ഒരു പൂർണ്ണവർഗമാണ് നോക്കുക. പൂർണ്ണവർഗം നമുക്കറിയാം. ഇപ്പൊ 1ന്റെ വർഗ്ഗം 1, 2ന്റെ വർഗ്ഗം 4, 3ന്റെ വർഗ്ഗം 9, 4ന്റെ വർഗ്ഗം 16 അങ്ങനെ പോയിട്ട് ഇപ്പം 20ന്റെ വർഗ്ഗമാണെങ്കിൽ 400 കിട്ടും. 20ന്റെ വർഗ്ഗം 400. 21ന്റെ വർഗ്ഗം 441 ആണ്. അപ്പൊ ഈ 420 എന്ന് പറയുന്നത് 20ന്റെ വർഗ്ഗമായ 400ന്റെയും 21ന്റെ വർഗ്ഗമായ 441ന്റെ ഇടയിലാണ്. 441 21ന്റെ വർഗ്ഗമാണ്. അപ്പോൾ 420, അതായത് ഈ 210ന്റെ ഇരട്ടിയായ 420 20ന്റെ വർഗ്ഗമായ 400ന്റെയും 21ന്റെ വർഗ്ഗമായ 440ന്റെ ഇടയിലാണ്. ഇതിൽ ചെറിയ സംഖ്യ വരുന്നത് 20 ആണ്. ആ 20 ആയിരിക്കും ഇവിടെ എണ്ണം വരും. കണക്കൂട്ടം 20 നടത്തി കഴിഞ്ഞു. അപ്പൊ ഈ സൂത്രവാക്യം നമുക്ക്, അല്ലെങ്കിൽ ഈ ട്രിക്സ് നമുക്ക് എവിടെ ഉപയോഗിക്കാം? ഇപ്പം തുടർച്ചയായ എത്ര എണ്ണസംഖ്യ, ആദ്യത്തെ തുടർച്ചയായ എത്ര എണ്ണസംഖ്യ തുകയാണ് 55 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 55 ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ രീതി പറയുകയാണെങ്കിൽ 55നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 110 കിട്ടും. 110 എന്നത് പൂർണ്ണവർഗമാണെന്ന് പരിശോധിക്കുക. 110 പൂർണ്ണവർഗമല്ല. 110ന് മുമ്പേയുള്ള പൂർണ്ണവർഗം 100 ആണ്. 100 എന്നുള്ള 10ന്റെ വർഗ്ഗമാണ്. അപ്പോൾ 10ന്റെ വർഗ്ഗം ആയ 100ന്റെയും 15ന്റെ വർഗ്ഗമായ 121ന്റെ ഇടയിലാണ് ഏത് നമ്മുടെ ഈ 110 എന്ന് പറയുന്നത്. 15ന്റെ വർഗ്ഗമായ 121ന്റെയും 10ന്റെ വർഗ്ഗമായ 100ന്റെ ഇടയിലാണ് 110. അപ്പൊ അതിൽ ചെറിയ സംഖ്യ ഏതാണ്? 10 ആണ്. ഈ 10 ആയിരിക്കും എണ്ണസംഖ്യയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള എണ്ണസംഖ്യ കൂട്ടിയാലാണ് 55 കിട്ടുക എന്നർത്ഥം. ഇനി നമുക്ക് പല ഇങ്ങനെയുള്ള ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായ എണ്ണസംഖ്യ എത്ര ഉണ്ട് എന്ന് കണ്ടെത്താൻ, തുക തന്നു കഴിഞ്ഞാൽ തുടർച്ചയായ എണ്ണസംഖ്യ എത്ര ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഒരു ഉദാഹരണം കൂടി പറയാം. ആദ്യത്തെ തുടർച്ചയായ എത്ര എണ്ണസംഖ്യയുടെ തുകയാണ് 325 എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് 1 മുതൽ എത്ര എണ്ണസംഖ്യ കൂട്ടിയാൽ 325 കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 325നെ ഞാൻ ആദ്യം പറഞ്ഞു 325നെ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 650 കിട്ടും. 650
650 325 ഇരട്ടി. ഇനി നോക്കേണ്ടത് ഈ 650 എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗമാണ് നോക്കുക. 650 പൂർണ്ണവർഗമല്ല. അതിന് തൊട്ട് മുമ്പുള്ള പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ 25ന്റെ വർഗമായ 25 വർഗം 625 അപ്പോൾ 25ന്റെ വർഗം 625 അതിന് ശേഷമുള്ള വർഗം 26ന്റെ വർഗം എന്ന് പറഞ്ഞാൽ 676 അപ്പോൾ 25ന്റെ വർഗം 625യും 26ന്റെ വർഗം 676 ഇടയിലാണ് ഈ പറഞ്ഞ 650. അപ്പോൾ അതിന് ചെറിയ സംഖ്യ ഏതാ വരുന്നത്? 25 ആണല്ലോ. ആ 25 ആയിരിക്കും എണ്ണം എന്ന് പറഞ്ഞാൽ 25 തുടർച്ചയായി 1 മുതൽ 25 എണ്ണസംഖ്യ കൂട്ടിയാലാണ് 650 കിട്ടുക എന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള ഒന്ന് അല്പം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വർഗം എന്താണെന്ന് നോക്കാം. കാരണം ഏതൊക്കെ 1 മുതൽ തുടർച്ചയായി 1 സ്ക്വയർ 1 2 സ്ക്വയർ 4 3 സ്ക്വയർ 9 അങ്ങനെയുള്ള വർഗസംഖ്യകളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം വളരെ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ട്രിക്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വേറൊരു ചോദ്യം, ഈ 76 ഗുണിക്കൽ 24, 75 ഗുണിക്കൽ 25, 74 ഗുണിക്കൽ 26, 73 ഗുണിക്കൽ 27 ഇവയിൽ വലുത് എഴുതി. ഇവയിൽ ഏറ്റവും വലുത് ഏത്? ഇതാണ് ചോദ്യം വിചാരിക്കാം. ഈ ഒരു ചോദ്യത്തിൽ ഒരു പ്രത്യേകത കാണാൻ നിങ്ങൾക്ക് 76 ഗുണിക്കൽ 24 ഈ ജോഡി സംഖ്യ 76 26 ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 100 ആണ്. 75 25 ഗുണിച്ചാൽ 100 ആണ്. സോറി കൂട്ടിയാൽ 100 ആണ്. 74 26 കൂട്ടിയാൽ 100 ആണ്. 73 27 കൂട്ടിയാൽ 100 ആണ്. അപ്പൊ ഈ ഓരോ ജോഡിയുടെയും തുക എന്ന് പറയുന്നത് 100 ആണ്. എല്ലാം ഒരുപോലെയാണ്. അപ്പൊ ഇങ്ങനൊരു പ്രശ്നത്തിൽ ഏതാണ് വലുതെന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് പറയുന്നത്. എല്ലാം ഓരോന്നും ഗുണിച്ച് നോക്കിയിട്ട് വലുതെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. പക്ഷെ അത് നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നതാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ട്രിക്സ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അത് എങ്ങനെയാ നോക്കൂ. നമുക്ക് ഈ 76 ഞാൻ ആദ്യം വിവരിച്ച് പറയാം, പിന്നീട് അതിന്റെ ട്രിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. ഈ 76 നമുക്ക് 50 കൂട്ടം 26 എന്നും ഈ പറയുന്ന 24 50 കുറക്കണം 26 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ആദ്യത്തേന്. രണ്ടാമത്തേന് 75 50 കൂട്ടണം 25 എന്നും മറ്റേന് 50 കുറക്കണം 25 എന്നും എഴുതാൻ പറ്റും. ഇതിന് 74 26നെ 50 കൂട്ടണം 24 എന്നും 26നെ 50 കുറക്കണം 24 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ലാസ്റ്റില് 73 50 കൂട്ടണം 23 എന്നും ഇത് 50 കുറക്കണം 23 27 എഴുതാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ ഈ 4 ജോഡികളിൽ 4 നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. അപ്പൊ ഇത് x പ്ലസ് y x മൈനസ് y എന്ന രൂപത്തിലാണ്. ഇത് ഓരോന്നും x പ്ലസ് y അവിടെ എക്സിന്റെ സ്ഥാനത്ത് 50ഉം വൈയുടെ സ്ഥാനത്ത് 26. ഇതിവിടെ 50 25 ഇവിടെ 50 24 50 20 ആ രൂപത്തിലാണ്. അപ്പോൾ ഇത് നമ്മുടെ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ സർവ്വസമവാക്യ പ്രകാരം 50 സ്ക്വയർ മൈനസ് 26 സ്ക്വയർ ആണ് ആദ്യത്തേത്. രണ്ടാമത്തത് 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ ആണ്. മൂന്നാമത്തത് 50 സ്ക്വയർ മൈനസ് 24 സ്ക്വയർ ആണ്. നാലാമത്തത് 50 സ്ക്വയർ മൈനസ് 23 സ്ക്വയർ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം ഇതിൽ ഏതാണ് ഏറ്റവും വലിയ എന്നുള്ളത്. കാരണം നമുക്ക് എല്ലാം 50 സ്ക്വയർ അതായത് 2550 സ്ക്വയർ അതിൽ നിന്നാണ് കുറക്കുന്നത്. ഈ ഏത് സംഖ്യയാണ് കുറക്കുന്നത് ഇതിന്റെ ആ വില നോക്കിയിട്ട് ഏതാണ് ചെറിയ ഏതാ വലുത് നോക്കി നമുക്ക് ഉത്തരത്തേക്ക് അതാണ് പറ്റും. നോക്കൂ, നമുക്കറിയാം ഒരേ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കും. 23 സ്ക്വയർ ആണ് 26 സ്ക്വയർ അല്ലെങ്കിൽ 25 സ്ക്വയർ 24 സ്ക്വയർ ചെറുത്. ഒരേ സംഖ്യയിൽ നിന്നാണ് എല്ലാം കുറക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചെറിയ സംഖ്യ കുറക്കുന്നത് ഏതാണോ അതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. ഇപ്പൊ നമുക്കറിയാം 10ൽ നിന്ന് 4 കുറച്ചാലാണോ 10ൽ നിന്ന് 3 കുറച്ചാലാണോ വലുത്? 10 3 കുറച്ചാലാണ്. കാരണം 10 3 കുറച്ച് ഏതാണ്? ഇത് 6 ആണ്. അപ്പൊ ഈ ചെറിയ സംഖ്യ വലിയ സംഖ്യയിൽ നിന്നാണ് കുറക്കുന്നത്. അപ്പോൾ ചെറിയ സംഖ്യ കുറക്കുമ്പോഴാണ് എന്താണ് ഇതിന്റെ വില വലുതാകുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത് 50 സ്ക്വയർ മൈനസ് 23 സ്ക്വയർ തന്നെയാണ്. ഇതാണ് ഏറ്റവും വലുത്. ഏറ്റവും ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാല് 50 സ്ക്വയർ 26 സ്ക്വയർ ആയി. കാരണം 26 സ്ക്വയറാണ് വലുത്. ഇതിനേക്കാൾ ഈ പറഞ്ഞ 25 24 23 വലുതായിട്ട് വരുന്നത് 26 ആണ്. അതുകൊണ്ട് തന്നെ 26 സ്ക്വയർ ആയിരിക്കും വലുത്. അപ്പോൾ ഒരേ സംഖ്യയാണ് കുറക്കുന്നത്. അപ്പോൾ വലിയ സംഖ്യ കുറക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ വില കുറവാണ് ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വില എന്ന് പറയുന്നത് ആദ്യത്തേതും 76 24 ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് 73 27 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കണ്ടെത്താവുന്ന ഇതാണ് രീതി. ഇനി നമുക്ക് എന്താ ട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഒരു ഉദാഹരണം കൂടി എടുക്കാം. ഇപ്പം 125 × 75 ഒരു ജോഡിയാണ്. അടുത്തത് 126 × 74, മറ്റേത് 127 × 73, അടുത്തത് 127
8 ഇൻറ്റു 72. ഇങ്ങനെയുള്ള 4 എണ്ണത്തിൽ ഏതാണ് ഏറ്റവും വലുത് എന്ന് കണ്ടെത്തണം ഇരിക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 125 75 കൂട്ടി ഇവിടെ 200 വരും. ഇവിടെ 126 74 കൂട്ടി 200 വരും. 127 73 കൂട്ടിയാൽ 200 വരും. 127 72 കൂട്ടിയാൽ 200 വരും. എല്ലാവരുടെയും തുക ഒരേപോലെയാണ്. ഇങ്ങനെ തുക ഒരേപോലെ ആവുമ്പോൾ ഈ ഏതാണോ നമുക്ക് ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ 27 ആ ചെറിയതായിട്ട് വരുന്ന സംഖ്യ ഏതാണ് വലുത് അവിടെ അതായിരിക്കും ആ വിലയായിരിക്കും ഏറ്റവും വലുതെന്ന് കണ്ടെത്താം. നമുക്കിവിടെ ചെറുത് വരുന്ന ഏതാണ്? ഇപ്പൊ ഇതിൽ നമുക്ക് നോക്കാം. 125 76 എന്ന് പറയുമ്പോൾ അത് 100 പ്ലസ് 25 ഇൻറ്റു 100 മൈനസ് 25 എന്ന രൂപത്തിലാണ് വരിക. ഇത് ലാസ്റ്റത്തെ ആണെങ്കിൽ 100 പ്ലസ് 28 ഇൻറ്റു 100 മൈനസ് 28 എന്ന രൂപത്തിലാണ് വരിക. അപ്പൊ എന്തായാലും ഈ വില നോക്കിയിട്ട് ഇപ്പോൾ 72 74 75 ഇതൊക്കെയാണ്. 72 73 74 75 ഇതൊക്കെ ചെറിയ വില. അപ്പോൾ അതിൽ ഏതാണോ വലുത് അതെടുത്ത് നോക്കിയാൽ മതി. അത് നമുക്ക് ഏറ്റവും വലുതായിട്ട് കിട്ടും. കാരണം ഇത് 25 സ്ക്വയർ ആണ് കുറക്കുക, ഇത് 28 സ്ക്വയർ ആണ് കുറക്കുക നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കണക്കാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഉത്തരം വരുന്നത് 125 75 ആണ്. ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. 26 24 77 23 28 22 29 21 ഇവയിൽ ഏതാണ് വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ 26 24 കൂട്ടിയാൽ 50 ആണ്. 27 21 50 ആണ്. ഇത് രണ്ടും കൂട്ടിയാൽ 50 ആണ്. ഈ രണ്ടും കൂട്ടി 50 ആണ്. അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെ മനസ്സിൽ എഴുതാൻ വേണ്ടി പറ്റും, അല്ലെ മനസ്സിൽ ചിന്തിക്കാൻ വേണ്ടി പറ്റും? 26 നമുക്ക് 25 പ്ലസ് 1 ഇത് 25 മൈനസ് 1 വരിക. ഇത് 25 പ്ലസ് 2 25 മൈനസ് 2 വരും. ഇത് 25 പ്ലസ് 3 ഇത് 25 മൈനസ് 3 ഇത് 25 പ്ലസ് 4 ഇത് 25 മൈനസ് 4 രൂപത്തിൽ വരിക. അപ്പോൾ അതിൽ ഏതാണ് നോക്കൂ. ഇവിടെ 25 പ്ലസ് 1 ഇൻറ്റു 25 മൈനസ് 1 വരിക. അപ്പൊ അവിടെ 1 സ്ക്വയറിലാണ് കുറക്കുക. അപ്പോൾ ഇതിൽ ഏതാണ് വലുത് നോക്കിയാൽ ഈ ചെറുത് ഇവിടെ 21 22 23 24 ചെറുതിൽ ഏതാ വലുത് ചോദിച്ചു കഴിഞ്ഞാൽ 24 ആണ്. അതുകൊണ്ട് ഇതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. ഏറ്റവും ചെറിയ സംഖ്യ വെച്ചാൽ 29 ഇൻറ്റു 21 വരിക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വേറെ ചോദ്യം നമുക്ക് ഒന്ന് എളുപ്പവഴിയിൽ കണ്ടെത്താൻ ശ്രമിക്കാം. ഇവിടെ ഒരു സമാന ശ്രേണിയുടെ 17ാമത് 35 35ാമത് 17 എങ്കിൽ പൊതുവ്യത്യാസം എത്ര? ഇതിലെ 24ാം പദം എത്ര? ഇതിനെയാണ് ചോദ്യം തിരിക്കുക. ഇത് ഒരു വർഷം PSC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു സമാന ശ്രേണിയുടെ 17ാമത് 35 35ാമത് 17 അതിൽ പൊതുവ്യത്യാസം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 24ാം പദം ഒന്ന് അഡീഷണൽ ആയിട്ട് ഞാനിവിടെ തന്നതാണ്. അതിൻ്റെ ആ ഒരു സൂത്രം ട്രിക്സ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് 2 ഇക്വേഷൻ ഒക്കെ ആക്കി ചെയ്തിട്ട് അതിനകത്ത് പൊതുവ്യത്യാസം കാണുന്നതാണ്. ഇപ്പം 17ാം പദം 35 എന്ന് പറഞ്ഞാൽ ആദ്യ പദത്തോട് 16 പൊതുവ്യത്യാസം കൂട്ടിയാൽ 35 എഴുതും. അതുപോലെ 35ാം 17 എന്ന് പറഞ്ഞാൽ ആദ്യ പദത്തോട് 34 പൊതുവ്യത്യാസം കൂട്ടിയാൽ 17 എഴുതും. അതിനുശേഷം 2 സമവാക്യം 1 സമവാക്യം 2 എഴുതിയിട്ട് സമവാക്യം 2 നിന്ന് 1 കുറക്കുന്നു. സമവാക്യം 2 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് A കുറച്ച 0, 34 ഡിയിൽ നിന്ന് 16 ഡി കുറച്ചാൽ 34 16 കുറച്ച് എത്രയായിട്ട് നമുക്ക് 18 എന്ന് കിട്ടും. സോറി അതെ 18 എന്ന് കിട്ടും. 18 ഡി സമം ഇവിടെ എന്ത് കിട്ടും? 17 35 കുറച്ച് കഴിഞ്ഞാൽ അതും 18 തന്നെ. 18 ഡി എന്ന് പറയുന്നത് നെഗറ്റീവ് 17 35 നെഗറ്റീവ് 18 അതും ഡി സമം നെഗറ്റീവ് 18 അതായത് നെഗറ്റീവ് 1. അപ്പോൾ പൊതുവെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ എല്ലാം പൊതുവ്യത്യാസം, അതായത് 17ാമത് 35 35ാം 17 ആ രൂപത്തിൽ തിരിച്ച് രൂപത്തിലാണ് വരുന്നതെങ്കിൽ അവരുടെ പൊതുവ്യത്യാസം എല്ലായ്പ്പോഴും നെഗറ്റീവ് ഒന്നായിരിക്കും എന്നൊരു കാര്യം ഓർക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് എങ്കിൽ പൊതുവ്യത്യാസം എത്ര? ഇതിൽ 21ാം പദം എത്രയാണ്? 21ാം പദം നമ്മൾ എങ്ങനെ ചെയ്യുക? ആദ്യ പദം കണ്ടുപിടിക്കും. ആദ്യ പദത്തോട് 16 പൊതുവ്യത്യാസം 16 ഇൻറ്റു -1 എന്ന് പറയുന്നത് 35 കിട്ടും. അപ്പോൾ ആദ്യ പദം ഇത് 14 നെഗറ്റീവ് 16 ആണ്. നെഗറ്റീവ് 16 സമം 35. അതുകൊണ്ട് A സമം 35 പ്ലസ് 16 എന്ന രൂപത്തിൽ വരും അല്ലേ? 35 പ്ലസ് 14 സമം 35. A മൈനസ് 16 സമം 35. A സമം 35 പ്ലസ് 16 അതായത് 51 എന്ന് എഴുതും. ഇതാണ് നമുക്ക് A കിട്ടുക. 35 പ്ലസ് 16 51. 21ാം പദങ്ങളാണെങ്കിലോ ആദ്യ പദമായ 51 എന്ത് ചെയ്യണം?
23 പൊതുവ്യത്യാസം 23 ഇൻറ്റു നെഗറ്റീവ് 1 വേണം. 23 ഇൻറ്റു നെഗറ്റീവ് 1. അപ്പോൾ നമുക്ക് 51. 23 നെഗറ്റീവ് 1 നെഗറ്റീവ് 23 തന്നെ. അപ്പോൾ 51 കുറക്കണം 23 കിട്ടും. അതായത് 51 23 കുറച്ചാൽ 28. അപ്പോൾ 28ആണ് ഇവിടെ 24 പദം. ഇത്രയും നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഉത്തരത്തിലേക്ക് എത്തുക. നമുക്ക് ഇതിന്റെ സൂത്രം എന്താണെന്ന് നോക്കാം. ഒരു സമാസശ്രേണിയുടെ 17-ാം പദം 35, 35-ാം പദം 17 ഇങ്ങനെ റിവേഴ്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഏത് സമാസശ്രേണിയുടെയും ഈ ഇപ്പോൾ 18-ാം പദം 50, 50-ാം പദം 18 എന്ന രൂപത്തിലൊക്കെ വരികയാണെങ്കിൽ പൊതുവ്യത്യാസം നെഗറ്റീവ് ഒന്നാണ്. അപ്പോൾ ഇങ്ങനെ ചോദ്യം കിട്ടി കഴിഞ്ഞാൽ എന്നാലും കണ്ണടച്ച് പറയാൻ പറ്റും പൊതുവ്യത്യാസം നെഗറ്റീവ് ഒന്നാണ്. അത് കിട്ടി. ഇനി ഇതിൽ 21, 24-ാം പദം എത്ര എന്നാണ്. നമ്മൾ ഇത്രയും ക്രിയേറ്റ് ചെയ്തിട്ട് 24-ാം പദത്തിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. അതിനുള്ള ട്രിക്സ് ആണ് പറയുന്നത്. എന്താ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 17-ാം പദം 35, ആ 35ഉം പിന്നെ 35-ാം പദം 17, ആ 17 നമ്മൾ കൂട്ടുക. അതായത് 17-ാം പദം 35-ന് 35ഉം 35-ാം പദത്തിന് 17 17 നമ്മൾ കൂട്ടുക. അതിനുശേഷം എത്രാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്, ഒരു 24-ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. ആ 24 അങ്ങോട്ടോട്ട് കുറക്കുന്നു. അപ്പോൾ 35 കൂട്ടണം 17 കുറക്കണം 24 കിട്ടും. 35ഉം 17 കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 52 വരും. 52 കുറക്കണം 24 കിട്ടും. 52 24 കുറച്ചാൽ 28. നമ്മൾ നേരത്തെ ഇത്രയും പണി ചെയ്തിട്ടാണ്, ഇത്രയും വർക്ക് ചെയ്തിട്ടാണ് 28ലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ സൂത്രവാക്യം അല്ലെങ്കിൽ നമ്മൾ ഈ ട്രിക്സ് മനസ്സിലാക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്കിന്റെ പ്രത്യേകത മനസ്സിലാക്കുക. 17-ാം പദം 35, 35-ാം 17 അങ്ങനെ ഒരു പൊതുവ്യത്യാസം നെഗറ്റീവ് ഒന്നാണെന്നും പൊതുവ്യത്യാസം നെഗറ്റീവ് 1 എന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ ഉത്തരം അതാണ്. പിന്നെ 24-ാം പദം കണ്ടുപിടിക്കാനാണെങ്കിൽ ആ 24 ഈ എന്ത് ചെയ്യുക, 17-ാം പദത്തിന്റെയും 35-ാം പദത്തിന്റെയും തുകയിൽ നിന്ന് 24 അങ്ങോട്ട് കൊടുക്കുക. ഇപ്പൊ 35-ാം പദം കണ്ടുപിടിക്കുകയാണെങ്കിൽ 35 കൊണ്ട് 34-ാം പദം കണ്ടുപിടിക്കുകയാണെങ്കിൽ 35 കൊണ്ട് 17 കുറക്കണം 34 ആയിരിക്കും. 30-ാം പദം കണ്ടുപിടിക്കുകയാണെങ്കിൽ 35 കൊണ്ട് 17 കുറക്കണം 30 ആയിരിക്കും. ഈ രീതിയിൽ കണക്കാം. അപ്പൊ ഇവിടെ ഉത്തരം 28 ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒരു സമാസശ്രേണിയുടെ 12-ാം പദം 54ആണ്, 54-ാം പദം 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാണ്? 30-ാം പദം എത്രയാണ്? 45-ാം പദം എത്രയാണ്? ഇങ്ങനെയുള്ള ചോദ്യമാണെങ്കിൽ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ടിക്സ് ഒന്നുകൂടി പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 12-ാം പദം 54, 54-ാം പദം 12. ആ രൂപത്തിലുള്ള ചോദ്യമാണെങ്കിൽ പൊതുവ്യത്യാസം എല്ലായ്പ്പോഴും ഇതായിരിക്കും നെഗറ്റീവ് ഒന്നായിരിക്കും. പൊതുവ്യത്യാസം നെഗറ്റീവ് ഒന്നാണ്. അതാണ് ആദ്യത്തെ ഉത്തരം. അടുത്തത് 30-ാം പദം എത്ര എന്നുള്ളതാണ്. ഈ 30-ാം പദം കാണാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 12-ാം പദമായ 54-ന്റെയും 54-ാം പദമായ 12-ന്റെയും തുക കണ്ടുപിടിച്ച് അതിൽ നിന്ന് 30 അങ്ങോട്ട് കുറച്ചാൽ മതി. അപ്പോൾ 30-ാം പദം എന്ന് പറയുന്നത് 12-ാം പദം 54, 54 പ്ലസ് 54-ാം പദം 12 കൂട്ടി എന്ത് ചെയ്യണം? ആ കൂട്ടിയിൽ നിന്ന് 30 അങ്ങോട്ട് കുറക്കുക. അപ്പോൾ 54 12 കൂട്ടിയാൽ നമുക്ക് 68 എന്ന് കിട്ടും. 66 എന്ന് കിട്ടും. 66 കുറക്കണം 30, 66 30 വെച്ച് 36. അപ്പോൾ 54 12 കൂട്ടിയാൽ 66, 66 30 വെച്ചാൽ 36. അപ്പോൾ 36 ആണ് ഇവിടുത്തെ 30-ാം പദം എന്ന് പറയുന്നത്. ഈ 45-ാം പദം കണ്ടുപിടിക്കുകയാണെങ്കിലോ 45-ാം പദം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ 54-ഉം 12 തമ്മിൽ അങ്ങ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? 45 അങ്ങോട്ട് കുറച്ചാൽ മതി. 54 12 കൂട്ടിയാൽ 66, 66 കുറക്കണം 45, അതായത് 21. അപ്പോൾ എത്ര എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും നോക്കൂ. അതായത് ആ പൊതുവ്യത്യാസം നെഗറ്റീവ് ഒന്നാണെന്ന് മനസ്സിലാക്കുകയും ഈ 30-ാം പദം ഇങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിനെ കൂടി കൂട്ടിയിട്ട് 30 ഉറക്കുക. 45-ാം പദം കണ്ടുപിടിക്കുകയാണെങ്കിൽ കൂട്ടിയിട്ട് 40 ഉറക്കുക. ഇനി 27-ാം പദം കണ്ടുപിടിക്കുകയാണെങ്കിൽ 54-ഉം 12-ഉം കൂടി കൂട്ടി 27 ഉറക്കുക. ആ രീതിയിൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. വേറൊരു ചോദ്യം, അച്ഛന്റെയും മകന്റെയും വയസ്സുകളുടെ തുക 60-ഉം അവരുടെ വയസ്സുകളുടെ വ്യത്യാസം 30-ഉമായാൽ അച്ഛന്റെ വയസ്സ് എത്ര? ഈ രൂപത്തിലുള്ള ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് അച്ഛന്റെയും മകന്റെയും വയസ്സ് കൂട്ടിക്കഴിഞ്ഞാൽ 60, അച്ഛന്റെ വയസ്സിന് മകന്റെ വയസ്സ് കുറച്ച് കഴിഞ്ഞാൽ 30. അതാണ് ചോദ്യം തന്നിരിക്കുന്നത്. അങ്ങനെ അച്ഛൻ എത്ര വയസ്സ് മകൻ എത്ര വയസ്സ് എന്നുള്ളതാണ്. ഇപ്പൊ പല ആളുകളിൽ ഓപ്ഷനൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുക. അല്ലെങ്കിൽ ഇക്വേഷൻ ആക്കി ചെയ്യും. ഇക്വേഷൻ ആക്കി ചെയ്യുന്നത് എങ്ങനെയാ? അച്ഛന്റെ വയസ്സ് എക്സ് എന്നും മകന്റെ വയസ്സ് വൈ എന്നും എടുക്കുവാണെങ്കിൽ എക്സ് പ്ലസ് വൈ സമം 60 എടുക്കും. അപ്പൊ വയസ്സ് കൂട്ടിയാൽ 60 ആയതുകൊണ്ട് അച്ഛന്റെ വയസ്സിൽ നിന്ന് മകന്റെ വയസ്സ് കുറച്ചാൽ 30 ആണ്. അപ്പൊ എക്സ് മൈനസ് വൈ സമം 30 എടുക്കും. അപ്പൊ 2 ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷനിൽ നിന്ന് നമുക്ക് എക്സിന്റെയും വൈയുടെ വില കാണാൻ വേണ്ടിയുള്ള വഴി എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇവിടെ ഈ ഇക്വേഷൻ 1ഉം 2ഉം കൂടി കൂട്ടുകയാണെങ്കിൽ പ്ലസ് വൈ മൈനസ് വൈ ക്യാൻസൽ ചെയ്തു കൂട്ടിയാൽ 0 കിട്ടും. അപ്പോൾ നമുക്ക് 1ഉം 2ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1 + 2 ഗീവ്സ് എക്സ് കൂട്ടിയാൽ 2x പ്ലസ് വൈ മൈനസ് വൈ കൂട്ടിയാൽ 0 സമം 60 30 കൂട്ടിയാൽ 90. 2x 100 ആയതുകൊണ്ട് എക്സ് സമം
90/2 അതായത് 45 എന്ന് കിട്ടും. ഇവിടെ എക്സ് എന്ന് പറയുന്നത് അച്ഛൻ്റെ വയസ്സാണ്. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് 45 രൂപത്തിൽ അത് നമ്മൾ സോൾവ് ചെയ്ത് കാണും. അതുപോലെ മകൻ്റെ വയസ്സിലാണെങ്കിൽ 45ഓട് അതായത് എക്സിനോട് വൈ കൂട്ടിയതാണ് 60. അപ്പോൾ 40നോട് വൈ കൂട്ടിയാൽ 60 കിട്ടുക. വൈ എന്ന് പറഞ്ഞാൽ 60 40 കുറച്ച് 15 കിട്ടും. അപ്പോൾ മകൻ്റെ വയസ്സ് 15. അപ്പോൾ 45ഉം 15ആണ് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് ഇതാക്കാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതൊന്നും ചെയ്യാതെ തന്നെ ഇക്വേഷൻ ചെയ്യാതെ തന്നെ അതിപ്പോ ഈ രണ്ട് സംഖ്യയുടെ തുക 60, അതേ രണ്ട് സംഖ്യയുടെ വ്യത്യാസം 30 എന്നാണ് ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇങ്ങനെയുള്ള ചോദ്യമാണെങ്കിൽ അതിലെ വലിയ സംഖ്യ കാണാൻ വേണ്ടിയുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുകയുടെയും വ്യത്യാസത്തിന്റെയും തുക കണ്ടുപിടിച്ച് നേരെ പകുതിയാക്കുക, നേർപകുതിയാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ അച്ഛന്റെ വയസ്സ് കാണാൻ വേണ്ടിയിട്ട് തുകയായ 60ഉം വ്യത്യാസമായ 30ഉം കൂട്ടുക. 60ഉം 30ഉം കൂടി കൂട്ടിയിട്ട് അതിനെ പകുതിയാക്കുക. അപ്പോൾ 90/2 എന്ന് കിട്ടും, അതായത് 45. ഇനി മകന്റെ വയസ്സാണ് കണ്ടുപിടിക്കണമെങ്കിൽ 60ൽ നിന്ന് അതായത് തുകയിൽ നിന്ന് വ്യത്യാസമായ 30 അങ്ങോട്ട് കുറക്കുക, എന്നിട്ട് പകുതിയാക്കുക. 60 30 കുറച്ചാൽ നമുക്ക് 30 കിട്ടും. 30/2 സമമാണ് 15. നേരത്തെ പോലെ ഇതുപോലെ ഇക്വേഷൻ ഉണ്ടാക്കാതെ തന്നെ നമുക്ക് മഴക്കണക്കായിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി വരും. അതേപോലെ രണ്ട് സംഖ്യയുടെ തുകയും കിട്ടി, ആ സംഖ്യയുടെ വ്യത്യാസം കിട്ടി കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് അവ കൂട്ടിയിട്ട് ആ തുകയും വ്യത്യാസവും കൂട്ടി പകുതിയാക്കുക. ഇനി ചെറുതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ തുകയിൽ നിന്ന് വ്യത്യാസം കുറച്ചിട്ട് പകുതിയാക്കുക. ആ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഒരു ചോദ്യം കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. രണ്ട് സംഖ്യയുടെ തുക 50ഉം വ്യത്യാസം 14ഉമായാൽ വലിയ സംഖ്യ ഏത്? രണ്ട് സംഖ്യ കൂട്ടിയാൽ 50, അവരുടെ വ്യത്യാസം 14ആയാൽ വലിയ സംഖ്യ ഏത്? അപ്പോൾ വലിയ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ഈ തുകയുടെയും വ്യത്യാസത്തിന്റെയും തുകയുടെ പകുതി കണ്ടുപിടിക്കുക. അതായത് 50ന്റെയും 14ന്റെയും തുകയുടെ പകുതി. 50 + 14 എത്രയാണ്? 64 കിട്ടും. 64ന്റെ പകുതി എത്രയാണ്? 32. 32 ആയിരിക്കും വലിയ സംഖ്യ. ഇനി ചെറിയ സംഖ്യയാണ് ചോദിച്ചതെങ്കിൽ ചെറിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ചെറിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് തുകയായ 50ൽ നിന്ന് വ്യത്യാസമായ 14 അങ്ങോട്ട് കുറക്കുന്നു, അതിനെ പകുതിയാക്കുന്നു. അപ്പോൾ 50ന് 24 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 36 കിട്ടും. 36ന്റെ പകുതി എത്രയാണ്? 18. അപ്പോൾ തുക വലിയ സംഖ്യ 32 എന്നും ചെറിയ സംഖ്യ 18. പരിശോധിച്ചാൽ നമുക്ക് 32 18 കൂട്ടിയാൽ 50 കിട്ടും. തുക 50 ആയിരിക്കും. 32 18 കുറച്ചാൽ വ്യത്യാസത്തിലായിരിക്കും 14 ആയിരിക്കും. ആ രീതിയിൽ നമുക്ക് ഉത്തരം കണ്ടെത്താം. ഇനി മറ്റൊന്ന്, ഇപ്പോൾ രണ്ട് സംഖ്യയുടെ തുക 150, വ്യത്യാസം 60 ആണെങ്കിൽ ഇതിൽ ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കുന്നത്. ചെറിയ സംഖ്യ കാണാനാണ് ചോദ്യമെങ്കിൽ ചെറിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് തുകയിൽ നിന്ന് 150ൽ നിന്ന് വ്യത്യാസമായ 60 അങ്ങോട്ട് കുറച്ച് പകുതിയാക്കണം. അപ്പോൾ 150 60 കുറച്ചാൽ 120 ആയിരിക്കും. 120ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 60 ആയിരിക്കും. അപ്പോൾ ചെറിയ സംഖ്യ 60 കിട്ടും. ഇനി വലിയ സംഖ്യയാണ് ചോദിച്ചതെങ്കിൽ വലിയ സംഖ്യ കാണാനാണ് ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്താൽ മതി? 150ഉം 60ഉം തമ്മിൽ കൂട്ടിയിട്ട് അതിനെ പകുതിയാക്കുക. 160 കൂട്ടി 240 ആണ്. 240ന്റെ പകുതി 100 ആയിരിക്കും. അപ്പോൾ രണ്ട് സംഖ്യ ചെറിയ സംഖ്യ കിട്ടി, വലിയ സംഖ്യ കിട്ടി. ശരിയാണ് നോക്കാൻ വേണ്ടിയിട്ട് 60ഉം 120ഉം കൂട്ടിയാൽ 150 ആണ്. അപ്പോൾ തുക 150 കിട്ടും. വലുതിന് ചെറുത് കുറച്ചാൽ 120 60 കുറച്ചാൽ 60 വ്യത്യാസം 60 ആണ്. 20 കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നത്. ഈ ട്രിക്ക് ഉപയോഗിക്കാം. വേറൊരു മോഡൽ ചോദ്യം, A അംശം B 4 അംശം 5ഉം B അംശം C എന്നത് 3 അംശം 8ഉം ആണെങ്കിൽ A അംശം B അംശം C എത്ര എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് എയുടെയും ബിയുടെ അംശം 4:5ഉം ബിയുടെയും സിയുടെയും അംശം 3:8 ഇവിടെ പൊതുവായിട്ട് വരുന്നത് രണ്ട് സ്ഥലത്ത് ബി ആണ്. ബി അപ്പൊ ഇവിടെ ബിയുടെ സ്ഥാനത്ത് വരുന്നത് ഇവിടെ 5ഉം എയുടെ സ്ഥാനത്ത് ഇവിടെ ബിയുടെ സ്ഥാനത്ത് വരുന്നത് 3ഉമാണ്. അപ്പൊ ഈ 5, 3 എന്നീ രണ്ട് സംഖ്യകൾ ഏകീകരിക്കണം. അപ്പൊ അതിനുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 5ന്റെയും 3ന്റെയും ലസാഗു LCM എടുക്കുക. നമുക്ക് 5ന്റെയും 3ന്റെയും ലസാഗു എന്ന് പറയുന്നത് 5 × 3 15 ആണ്. അപ്പോൾ 15 എന്ന രൂപത്തിലേക്ക് നമുക്ക് ഈ ബിയെയും ഇവിടുത്തെ ബിയെയും മാറ്റണം. ആദ്യത്തെ ബിയെയും രണ്ടാമത്തെ ബിയെയും 15 എന്ന രൂപത്തിലേക്ക് മാറ്റണം. നമുക്ക് ഈ ബിയുടെ സ്ഥാനത്ത് ഇവിടെ 5 ആണല്ലോ. ഈ 5നെ 15 ആക്കാൻ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ A/B എന്നത് പറയുന്നത് എന്താവും? ഇവിടെ 3 കൊണ്ട് ഗുണിച്ചാൽ 3 × 4 12 എന്നും ഇവിടെ 3 കൊണ്ട് ഗുണിച്ചാൽ 15 എന്നുണ്ട്. അപ്പോൾ 12:15. അപ്പോൾ 4:5 എന്ന് തുല്യമായ മറ്റൊരു അംശമാണ് 12:15 എന്ന് പറയുന്നത്. അതുപോലെ B/C ഇവിടെ നിലവിൽ 3:8 ആണ്. നമുക്ക് അതിനെ ഈ ബിയെ 15 ആക്കാൻ വേണ്ടിയിട്ട്
ഇവിടെ 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഗുണിക്കണം. 5 കൊണ്ട് ഗുണിച്ചാൽ 3 × 5 15 ഈസ്റ്റു അല്ലെങ്കിൽ 5 × 3 15 ഈസ്റ്റു 5 × 8 40 രൂപത്തിലേക്ക് മാറുന്നത്. അപ്പോൾ 15:40 ആണ് 3:8 തുല്യമായത് വരുന്നത്. ഇപ്പോൾ ഇവിടെ ബി എന്തായി? രണ്ട് സ്ഥലത്ത് 15 എന്ന രൂപത്തിലേക്ക് മാറി. 15 എന്നാക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ LCM ആയിട്ട് 15 എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായി? ബി രണ്ടും ഒരുപോലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A:B:C എന്ന് പറഞ്ഞാൽ A:B 12 A B എന്നുള്ള അംശം 12:15 ആണ്. A 12 ആകുമ്പോൾ B 15. ഇനി B 15 ആകുമ്പോൾ C എത്രയാണ്? 40. അപ്പോൾ 12:15:40 രൂപത്തിൽ വരും. ഇങ്ങനെയാണ് സാധാരണ ഈ കണക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇതൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം A:B:C കണ്ടുപിടിക്കണം. അപ്പോൾ എയും ബിയും സിയും നമ്മൾ എഴുതുന്നു. ഇനി ആദ്യത്തേൽ A:B 4:5 ആയതുകൊണ്ട് 7 നേർക്ക് 4 എന്നും ബിയുടെ നേർക്ക് എന്ത് ചെയ്യുക? 5 എന്ന് എഴുതുന്നു. രണ്ടാമത് B:C 3:8 ആയതുകൊണ്ട് ബിയുടെ സ്ഥാനത്ത് 3ഉം സിയുടെ സ്ഥാനത്ത് 8 എന്ന് എഴുതുക. ഇനി ചെയ്യേണ്ടത് ഇവിടെ പൊതുവായിട്ട് വരുന്നത് ബി ആണ്. ആ ബി ഒന്നാമത്തെ ബി എന്ന് പറഞ്ഞാൽ 5 ആണ്. ആ 5 തന്നെ സിയുടെ നേർക്ക് അങ്ങോട്ട് എഴുതുക. അതുപോലെ രണ്ടാമത്തേല് ബിയുടെ സ്ഥാനത്ത് 3 ആണ്. ആ 3 തന്നെ ഇങ്ങോട്ട് എഴുതുക. ഇനി എന്ത് ചെയ്യാൻ ചെയ്യാൻ ഇവ ഗുണിക്കുക. 4 × 3 ഇത് 12 വരിക. 5 × 3 ഇത് 15 എന്ന് വരും. ഇത് 5 × 8 40 എന്ന് വരും. അപ്പോൾ ഇവിടെ 12, 15, 40 ആണ് എയുടെയും ബിയുടെ സ്ഥാനത്ത് അംശബന്ധം. 12:15:40 ഈ രൂപത്തിൽ കണക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നേരത്തെ 12:15:40 കിട്ടിയിരിക്കുന്നത് അതിന് ഇങ്ങനെയൊരു സൂത്രം ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടി. P:Q = 3:10, P:R = 5:6. അങ്ങനെയാണെങ്കിൽ P:Q = R എത്രയായിരിക്കും? ഇങ്ങനെ ചോദ്യം ഇരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എളുപ്പവഴി ഇതാണ്. ആദ്യം PQR എന്ന് എഴുതുന്നു. P:Q 3:10 ആണ്. അപ്പോൾ പിയുടെ നേർക്ക് 3 എന്നും ക്യൂവിന്റെ നേർക്ക് 10 എന്ന് എഴുതുക. P:R = 5:6 ആണ്. അപ്പോൾ പിയുടെ നേർക്ക് 5 എന്നും ആറിന്റെ നേർക്ക് എന്ത് ചെയ്യുക? 6 എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഇനി ഇവിടെ എഴുതേണ്ട സംഖ്യ ഏതാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ ഏതാണ് പൊതുവായിട്ട് എഴുതുന്നത്? P ആണ്. ഇവിടെ P ആണ്, ഇവിടെ എന്നിട്ട് P ഉണ്ട്. അപ്പോൾ അതാണ് പൊതുവായിട്ട് വരുന്നത്. അതുകൊണ്ട് പിയുടെ വില ഒന്നാമത്തെ 3 ആണ്. ഈ 3 തന്നെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ 3 എഴുതുക. അതുപോലെ രണ്ടാമത്തേൽ P എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഈ 5 അറിയുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 5 എന്ന് കൊടുക്കണം. എന്നോട് പറയാം, P ആണ് ഇവിടെ പൊതുവായിട്ട് വരുന്നത്. ആ പൊതുവായ വില ഒന്നാമത്തേൽ 3 ആണ്. ആ 3 ആണ് ഇവിടെ ഈ ബ്ലാങ്ക് ആയ സ്ഥലത്ത് എഴുതേണ്ടത്. അതുപോലെ രണ്ടാമത്തേൽ ഇവിടെയാണ് നടുക്കാട് ബ്ലാങ്ക് ഉള്ളത്. ക്യൂവിന്റെ നടുക്കാണ് ബ്ലാങ്ക് ആയിട്ടുള്ളത്. അവിടെ എഴുതേണ്ടതും പിയുടെ വില ഇവിടെ എത്രയാണ്? രണ്ടാമത്തെ 5 ആണ്. ആ 5 ആണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ഗുണിക്കുക. 5 × 3 15, 10 × 5 50, 3 × 6 18. ഈ വില അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ 15:50:18. അതാണ് P:Q R = 15:50:18. ഇതാണ് ഇത്രയായിട്ട് വരിക. ആ മോഡൽ ഒരു ചോദ്യം കൂടി. A:B = 2:3, B:C = 6:5 ആയാൽ A:B:C എന്താണെന്നുള്ളതാണ്. അവിടെയും നമ്മൾ ആദ്യം എയും ബിയും സിയും എഴുതുന്നു. A:B 2:3 ആയതിൽ 7 നേർക്ക് 2 എന്നും ബിയുടെ സ്ഥാനത്ത് 3 എന്ന് എഴുതി. B:C 6:5 ആയതിൽ ബിയുടെ സ്ഥാനത്ത് 6 എന്നും സിയുടെ സ്ഥാനത്ത് 5 എന്ന് എഴുതുന്നു. അടുത്തതായിട്ട് ഇവിടെ പൊതുവായിട്ട് വരുന്നത് ബി ആണ്. രണ്ട് സ്ഥലത്ത് ഇവിടെ A:B ആണ്, മറ്റൊരു B:C ആണ്. അപ്പോൾ പൊതുവായിട്ട് ബി ആണ്. അപ്പോൾ ഇവിടെ ബിയുടെ ഒന്നാമത്തെ ബി 3 ആയതുകൊണ്ട് സിയുടെ നേർക്ക് 3 എന്ന് എഴുതുന്നു. അതുപോലെ രണ്ടാമത്തേല് ബിയുടെ നേർക്ക് 6 ആയതുകൊണ്ട് അത് തന്നെ 7 നേർക്ക് 6 എന്ന് എഴുതുന്നു. ഇവിടെ ഗുണിച്ചു കഴിഞ്ഞാൽ 2 × 6 12, 3 × 6 18, 3 × 5 15. അപ്പോൾ ഇവിടെ അംശബന്ധം 12:18:15 എന്നായിരിക്കും. ഇവിടെ ഉത്തരത്തിൽ ചിലപ്പോൾ ഈ 12:18:15 എന്നെല്ലാം ഉണ്ടാവുക. കാരണം ഇവിടെ ഇതിന് ലീസ്റ്റ് ഫോമിലേക്ക് ഇതിന്റെ ലഘു രൂപത്തിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 12ഉം 18ഉം 13ഉം ഒക്കെ 3ന്റെ ഗുണിതമായതുകൊണ്ട് 3 കൊണ്ട് കട്ട് ചെയ്താൽ ഇത് 3 കൊണ്ട് കട്ട് ചെയ്യുന്നു. ഇവിടെയും 3 കൊണ്ട് കട്ട് ചെയ്യുന്നു. ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12/3 4 എന്നിട്ട് 4:18/3 6 ആണ്. 6:5/3 എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ 4:6:5 എന്ന രൂപത്തിലാണ് വരിക. അപ്പൊ ഇത്തരത്തിലുള്ള കണക്ക് ഈ 12:18:15 എന്ന ഉത്തരത്തിൽ ഇല്ലെങ്കിൽ അന്നേരം അതിന്റെ ലീസ്റ്റ് ഫോം ഉണ്ടോ നോക്കുക. അപ്പോൾ 4:6:5 എന്ന ഉത്തരം അവിടെ കാണാൻ വേണ്ടി സാധിക്കും.
സമാന്തര ശ്രേണിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ശ്രദ്ധിക്കൂ. ഒരു സമാന ശ്രേണിയിലെ 11-ാം പദം 34-ഉം 21-ാം പദം 64-ഉം ആയാൽ പൊതുവ്യത്യാസം എത്ര? 11-ാം പദം 34 എന്നും 21-ാം പദം 64 എന്നും തന്നിട്ടുണ്ട്. പൊതുവ്യത്യാസം കാണാനാണ് ചോദ്യം. അപ്പോൾ സാധാരണ നമ്മൾ ഇത് ചെയ്ത് 10ാം ക്ലാസ്സിലെ ചോദ്യമൊക്കെ 10ാം ക്ലാസ് പഠിച്ചവർക്ക് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യ പദത്തോട് 10 പൊതുവ്യത്യാസം കൂട്ടിയതാണ് 11-ാം പദമായ 34. 11-ാം പദം എന്ന് പറയുന്നത് ആദ്യ പദത്തോട് 10, ആദ്യ പദത്തെ A കൊണ്ടും പൊതുവ്യത്യാസം D കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ആദ്യ പദത്തോട് 10 പൊതുവ്യത്യാസം കൂട്ടിയാണ് 34. സമവാക്യം 1 എന്ന് എടുക്കുന്നു. അതുപോലെ 21-ാം പദം എന്ന് പറയുമ്പോൾ ആദ്യ പദത്തോട് 20 പൊതുവ്യത്യാസം കൂട്ടിയതാണ് 64. 21-ാം പദം എന്ന് കിട്ടും. അത് 2 നിൽക്കുന്നു. ഇതിന് എയുടെയും ഡിയുടെയും വില എങ്ങനെയാണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ പൊതുവ്യത്യാസം കാണാൻ വേണ്ടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സമവാക്യം 2-ന് സമവാക്യം 1 അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ സമവാക്യം 2 - 1 കുറച്ച് കഴിഞ്ഞാൽ എന്ന് A കുറച്ചാൽ 0 കിട്ടും. 20D നിന്ന് 10D കുറച്ചാൽ 10D കിട്ടും. 10D സമം 64 34 കുറച്ചാൽ 30 ആയിരിക്കും. 10D ആണ് 30. അപ്പോൾ D എന്ന് പറയുന്നത് 30 ഹരിക്കണം 10, അതായത് 3. ഈ രൂപത്തിൽ നമുക്ക് 2 സമവാക്യം ആക്കിയിട്ട് അതിൽ നിന്ന് D കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇതിന്റെ ട്രിക്ക് എന്താണ്? സൂത്രം എന്താ വെച്ചാൽ എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുവ്യത്യാസം കാണാൻ വേണ്ടിയുള്ള ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇത് ഓർത്തു കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്ക് അറിയാമെങ്കിൽ എളുപ്പത്തിൽ D കാണാൻ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം അതറിയാമെങ്കിൽ മരക്കണക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പദവ്യത്യാസം എന്ന് പറയുന്നത് 11-ാം പദം 34, 21-ാം പദം 64 വരുന്നത്. അപ്പോൾ പദങ്ങൾ എന്ന് പറയുന്നത് 34 64ആണ്. അപ്പോൾ 64-ൽ നിന്ന് എന്ത് ചെയ്യുക? 34 അങ്ങോട്ട് ഓർക്കാം. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. സ്ഥാനവ്യത്യാസം എന്നാൽ 64 നിന്ന് 21 സ്ഥാനത്താണ്. അപ്പോൾ 21 കുറക്കണം 34 എന്നത് 11-ാമത്തെ സ്ഥാനത്താണ്. അപ്പോൾ 10 നിന്ന് കിട്ടും. അതായത് 64 34 കുറച്ച് കഴിഞ്ഞാൽ 30 ആയിരിക്കും. 30 ബൈ 21 11 കുറച്ചാൽ 10 കിട്ടും. 30-ന് 30 ബൈ 10 എന്നത് 3 ആയിരിക്കും. അപ്പോൾ 3 ആണ് ഇവിടെ D ആയിട്ട് വരിക. ഈ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ഒരു സമാന ശ്രേണിയുടെ 15-ാം പദം 73 ആണ്, 30-ാം പദം 148 ആണ്. പൊതുവ്യത്യാസം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഞാൻ പറഞ്ഞ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. പദവ്യത്യാസം എന്നാൽ 15-ാം പദം 73, 30-ാം പദം 148. അപ്പോൾ ഇവിടെ പദവ്യത്യാസം എന്നാൽ 148-ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 73 കുറക്കുക ബൈ 148 എന്ന് 30-ാം ഭാഗമാണ്. അപ്പോൾ ഇവിടെ സ്ഥാനം എന്ന് പറയുന്നത് 30-ാം സ്ഥാനത്താണ്, കുറക്കണം. ഇത് 15-ാം സ്ഥാനത്താണ് 73. അപ്പോൾ 148-ൽ നിന്ന് 73 കുറക്കുക. അപ്പോൾ 30-ൽ നിന്ന് 15 കുറക്കുക. അതാണ് ഛേദമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ 140 പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. 148 73 കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8-ന് 3 കുറച്ചാൽ 5, 14 75 കിട്ടും. 75 ബൈ 30-ന് 15 കുറച്ചാൽ 15, 30 ബൈ 15, 30 15 കൂടി വെച്ച് കഴിഞ്ഞാൽ 5 കഴിഞ്ഞാൽ 75, അപ്പോൾ 5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം 5 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇവിടെ ഇക്വേഷൻ ആക്കി ചെയ്യാതെ തന്നെ പദവ്യത്യാസത്തിൽ നിന്ന് സ്ഥാനവ്യത്യാസം കുറക്കുക, ഈ പദവ്യത്യാസം കുറക്കുക, സ്ഥാനവ്യത്യാസം കുറക്കുക, അവയുടെ അത് അംശത്തിന് ചേർത്തിട്ട് എഴുതിയാൽ മതി. ഉത്തരം ഇവിടെ 5 ആയിരിക്കും.